താത്ത നിങ്ങളെ പേരെന്താ? ഹാപ്പി ആനിവേഴ്സറി. ഈ ഒരു ഹാപ്പി ഫേസ് കാണാൻ വേണ്ടിട്ടാണ് എന്റെ ഹാപ്പി ഫേസ് അല്ല, നേരത്തെ വീഡിയോയിൽ കണ്ട ഇത്താത്തന്റെ ഹാപ്പി ഫേസ് കാണാൻ വേണ്ടിയിട്ട് അവരുടെ ഹസ്ബൻഡ് ഓർഡർ തന്നതിനനുസരിച്ച് ഒരു ആനിവേഴ്സറി ഹാമ്പറും സെറ്റ് ചെയ്തിട്ട് രാവിലെ തന്നെ അത് ഡയറക്റ്റ് ഡെലിവറി ചെയ്യാനുള്ള പോക്കാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പോൾ രാവിലെ 10 മണിക്കെങ്കിൽ ഡ്യൂട്ടിക്ക് കയറേണ്ടതുള്ളതുകൊണ്ട് അതിനു മുന്നേ കോട്ടക്കിലെ ആ ഭാഗത്താണ് ഇത് ഡെലിവറി ചെയ്യാണ്ടേന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സിന്റെ ഹാമ്പറാണ് കേട്ടോ നമുക്ക് ചെയ്യാണ്ടായിരുന്നത്. ദാ ഈ ഒരു ചുരിദാറ്, പിന്നെ ദാ ഒരു ചപ്പല്, ഒരു പെർഫ്യൂം, കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ താഴെ കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്, അവിടെ നിന്നാണ് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ഹസ്ബൻഡിന്റെ അനിയന് മുന്നേ എനിക്ക് ഓർഡറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവരെ ഉമ്മക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് നോമ്പിന് റംസാൻ ഹാമ്പറൊക്കെ ചെയ്ത് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ പറഞ്ഞു അവരെ ഉമ്മ കഴിഞ്ഞ വർഷം ഞാൻ നോമ്പിന് അവർക്ക് ഹാമ്പറൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ ഉമ്മ ഇപ്പം ഇല്ല, ഉമ്മ മരിച്ചു പോയി, ഇപ്പോൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ വല്ലാത്ത ഫീലായിട്ടോ. എന്നാലും ആ മോന് ആ ഉമ്മാൻ്റെ അവസാന സമയത്താണെങ്കിലും അവർക്ക് നല്ലൊരു മനസ്സ്, എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. ആ സമയത്ത് ഞാൻ കൊണ്ട് കൊടുത്തിരുന്ന സമയത്ത് ഉമ്മക്ക് ഭയങ്കര സന്തോഷം തുറന്നു നോക്കി എന്നെ കുറേ വിളിച്ച്. നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് കയറി ഇരുന്നോളി, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം, നോമ്പ് തുറന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് കുറേ എന്നെ നിർബന്ധിച്ചിരുന്നിട്ടോ ഉമ്മ മരിച്ചെന്ന് കേട്ടപ്പോൾ മനസ്സിൽ എന്തോ ഒരു ഇടങ്ങേറ്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 10 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം, അതിന് മുന്നേ കൊണ്ടു കൊടുക്കണം. പിന്നെ ഞാൻ തിരിച്ചെത്തുമ്പോഴത്തേക്ക് 6 മണി കഴിയും. അപ്പോൾ ആ ഒരു ടൈമിലല്ല, അവർക്ക് മോർണിംഗിലല്ല ഉച്ചന് മുന്നായിട്ട് കിട്ടണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി തന്നെ സെറ്റാക്കി വെച്ച് മോർണിംഗ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് സെറ്റായിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഏകദേശം നമ്മൾ വീട്ടിലെത്തി. നിങ്ങളെ പേരെന്താ? ആണോ? ഹാപ്പി ആനിവേഴ്സറി. പോട്ടെ. കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ താത്തന്റെ മുഖത്ത് അപ്പുണ്ടായിരുന്ന ഒരു സന്തോഷം അത് കണ്ടപ്പോൾ എനിക്ക് എത്ര ഹാപ്പി ആയിരുന്നോ. രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ, നല്ല തലവേദന എടുക്കണ്ടായിരുന്നു. വരുന്ന വഴി നമ്മളെ കക്കാട് എത്തിയപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് നല്ല ചായയും നല്ല ചൂടുള്ള നല്ല മുരിഞ്ഞ പപ്സും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ടെന്ന് എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പപ്സിന്. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സ് ആയിരുന്നു. അധികം തിരിഞ്ഞ് കളിക്കാൻ തീരെ സമയമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം 10 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. ലേറ്റ് ആയി കഴിഞ്ഞാൽ ആകെ സീനാവും. അതുകൊണ്ട് തന്നെ വേഗം ചെയ്യാനുള്ള പണിയൊക്കെ ചെയ്ത് തീർത്ത് വയറുകാളന് വല്ലതും കഴിച്ചിട്ട് നേരെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അത് രാവിലെ എണീച്ച് പോയിട്ട് സാധനം കൊണ്ടുപോയി കൊടുത്താലും അവരുടെ ഫേസിലുള്ള ആ ഒരു സന്തോഷവും അവരുടെ ആ ഫീഡ്ബാക്ക് ഒക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവർ പെട്ടെന്ന് തന്നെ തലേന്ന് തന്നെ ഓർഡർ ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങാതെ ഇരുന്നിട്ടൊക്കെയാണ് അത് ക്രിയേറ്റ് ചെയ്തത്. അത് മാത്രമൊന്നുമില്ല, എന്നാലും